ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പം ദേവയാനി പറയാണ്, നിനക്ക് നയന ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്നിരിക്കാം, അതുകൊണ്ട് നീ അവളെ തലേ കയറ്റി വെച്ചോണ്ട് നടക്കും. നീ തലയെ കയറ്റി വെച്ചോണ്ട് നടന്നോ. പിന്നെ കൂടുതൽ എന്നോട് തലയെ കയറ്റി വെക്കാനൊന്നും പറയണ്ട, എനിക്ക് ഇവളെ തലയെ കയറ്റി വെക്കാനേ ഇപ്പം മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ഇതിപ്പോ ആദർശേട്ടാ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയാണല്ലോ ആദർശേട്ടന്റെ അമ്മയുടേത്. ഇത്രയെങ്കിലും മാറിയില്ലേ എൻ്റെ അമ്മ, ഇത്രയെങ്കിലും സ്വഭാവത്തിന് മാറ്റം വന്നില്ലേ. ഇത് തന്നെ എന്തോ ഭാഗ്യം എന്ന് വേണം പറയാന്. ഇനി പതിയെ 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 മാറും നവ്യെ. എൻ്റെ അമ്മ പതിയെ പതിയെ മാറി നയനെ സ്നേഹിച്ചു തുടങ്ങും. ഇനി അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാറിപ്പോയി. അപ്പോഴത്തേക്കാണ് നമ്മുടെ നവ്യ പറയുന്നത്, അതെ നയനെ, എനിക്ക് സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനേ തോന്നുന്നില്ലായിരുന്നു. 2 ദിവസം കൂടെ നിന്നിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ ആദർശേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങ് പോകുന്നത്. അത് പിന്നെ വേറൊന്നും അല്ല ആദർശേട്ടൻ നിർബന്ധിച്ചത്. ഇവിടെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. അതുകൊണ്ട് ആദർശേട്ടൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്തിനാ ചേച്ചി വിഷമിക്കുന്നത്? ഇനി ഒരുപാട് ചടങ്ങുകൾ വരാൻ കിടക്കല്ലേ. ദേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ചടങ്ങുകളുണ്ട്. 28 കെട്ട്, ചോറൂണ്, ബർത്ത്ഡേ, അങ്ങനെ കുറേ ചടങ്ങുകളില്ലേ. അതുമല്ല ഇനിയിപ്പൊ നമ്മുടെ നന്ദു പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ അത് മതി നയന. എങ്കിലും എന്തോ വീട്ടിലെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്കേ ഒരുപാട് സന്തോഷമായി, മനസ്സ് ഒരുപാട് സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യയും അങ്ങ് പോവുകയാണ്, നയനയും അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യയും അഭിയും കൂടെ സംസാരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ പറയാ, ഏത് നേരവും നിനക്ക് മൊബൈൽ നോക്കിക്കൊണ്ട് ഇരിക്കണം. ദേ ഈ പെൺപിള്ളാരുമായിട്ടുള്ള ചാറ്റിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തിക്കും. എൻ്റെ അനിയത്തിയെ SI ആയിട്ട് വരാൻ പോവാ, നീ അറിഞ്ഞായിരുന്നോ? നിന്നെ പോലെ ഉള്ളവന്മാരെ അവക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ കണ്ടുകൂടാ. പിന്നെ കാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അത്തരക്കാരെ ഇടിച്ച് പഞ്ചറാക്കും. ഓഹോ, അവൾ SI ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമായിരിക്കും. പിന്നെ കള്ളക്കേസിന്റെ കാര്യമൊന്നുമില്ലല്ലോ, നീ തന്നെ ഒരുപാട് കേസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നീ കാരണം തകർന്നെന്ന് എനിക്കറിയാം. അവരാരെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ, പിന്നെ നീ മുട്ടുകാരിൽ എഴിഞ്ഞു നടക്കും. കൂടുതൽ പേടിപ്പിക്കാതെ നീ എന്താ ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കുകയാണോ? ദേ പണ്ടൊരു ദിവസം ആ ഒരു ശബരിമലയ്ക്ക് പോയില്ലേ, അന്ന് കുറെ പോലീസുകാർ കൂടി എന്നെ പെരുമാറി. എന്നിട്ട് ആ എസ് ഐയുടെ കൈ ഞാൻ തല്ലി ഒടിച്ചു. പിന്നെ കുറച്ചു ദിവസം അയാൾ ആ കൈ കൊണ്ട് ആരെയും തല്ലിയിട്ടില്ല. ആഹാ, പിന്നെ ദേ നീ ഒരു പെൺകുട്ടീനെ കൊണ്ട് ആൾമാറാട്ടം നടത്തിച്ചത് കൊണ്ട് ഒരു ദിവസം അയാൾ തല്ലിയില്ലോ. അതെനിക്ക് കടവായിട്ട് ബാക്കി നിൽക്കുക, അതിനുള്ള ഡോസ് ഞാൻ കൊടുത്തോളാം. എടാ കൊടുത്താ കൊല്ലത്തും കിട്ടൂടാ, അത് നീ ഓർത്തോടാ. എന്തിനാടാ കണ്ണി കണ്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചുകൊണ്ട് നടക്കുന്നത്? നിനക്ക് നാണോ മാനോ ഇല്ല? നിനക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോവല്ലേടാ നീ. ആ ഒരു ചിന്തയെങ്കിലും നിനക്ക് ഉണ്ടായിക്കൂടെ? അതെങ്ങനെയാ? സ്വന്തം കുഞ്ഞാണെന്നുള്ള വിശ്വാസമില്ലല്ലോ. ദേ എന്റെ നവ്യ, നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വരരുത്. നിന്റെ അനിയത്തി SI ആയിട്ടുണ്ടെങ്കിൽ അവക്ക് കൊള്ളാം. അവള് കാരണമില്ലാതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാക്കിയെ ഞാൻ അഴിച്ചു വെപ്പിക്കും. പിന്നെ അല്ലെങ്കിൽ അവൾ SI ആയാലേ അധികം കാലമൊന്നും കാക്കി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഏത് നേരവും അവക്ക് സസ്പെൻഷൻ ഉണ്ടാവും. ദേ ഈ മുഖം നോക്കാതെ ഈ നിയമം കയ്യിലെടുക്കുന്ന ഏത് പോലീസ് ഓഫീസർക്കും ഇത് തന്നെയാ സംഭവിക്കുന്നത്. പിന്നെ എങ്കിൽ പിന്നെ നിനക്ക് ഒരു പോലീസ് ആവത്തില്ലായിരുന്നോ? അങ്ങനെ ഒരു വരുമാനം കൂടെ നിനക്ക് കിട്ടില്ലായിരുന്നല്ലോ. എടി, നിന്റെ അനിയത്തിക്ക് ഒരു ജോലിയുണ്ട്, അവള് വലിയ ഡിസൈനറാ. നിന്റെ ഇളയ അനിയത്തിക്കും ജോലിയായി. നിനക്ക് എന്ത് ജോലി അടിയുള്ളത്? പ്രസവിച്ചു കൂട്ടാൻ പോകുന്നു. ഇതല്ലാതെ നിനക്ക് എന്തെങ്കിലും ജോലി പറഞ്ഞിട്ടുണ്ടോടി? എനിക്കറിയാടി. ദേ ഒരു കാര്യം പറയാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതോടുകൂടി നിർത്തിക്കോണം. ഒന്നു മതി, ഒന്നിനെ കൊണ്ട് തന്നെ ഞാൻ പൊറി മുട്ടിയിരിക്കുക. ഇനി നിന്റെ കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാലേ ഞാൻ എയറിലായിരിക്കും. എനിക്ക് വയ്യ എല്ലാം കൂടെ സഹിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാല് നവ്യയുടെ മനസ്സിൽ തന്നെയാണ് ഇത് കൊണ്ടത് കേട്ടോ. ജോലിയില്ല, കൂലിയില്ല, പ്രസവിക്കാൻ മാത്രം ജനിച്ചവളെ എന്നൊക്കെ പറയുമ്പം ഏത് പെണ്ണിനാണ് വേദന ഉണ്ടാവുക? ഏതായാലും ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനി ചായ കുടിച്ചോണ്ട് നിൽക്കാണ് കേട്ടോ.
അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനാമിക കടന്നു വരുന്നത്. അനാമിക ഭയങ്കര ടെൻഷനോട് കൂടിയാ കടന്നു വരുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു, അല്ല മോളെ നീ ചായ കുടിച്ചോ? എനിക്ക് വേണ്ട വല്യമ്മേ. എന്തു പറ്റി മോളുടെ മുഖത്ത് വിഷമം? എന്താണെന്ന് വല്യമ്മയ്ക്ക് അറിയില്ല എന്റെ മുഖത്തെ വിഷമം എന്താണെന്ന്. അവളോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി അവൾ ഇങ്ങോട്ടേക്ക് വരിക, അതെനിക്ക് ഇഷ്ടമല്ല. അതെങ്ങനെയെങ്കിലും വല്യമ്മയ്ക്ക് തടയാൻ പറ്റുമോ? അത് തടഞ്ഞില്ലെങ്കിലേ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് വല്യമ്മയ്ക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ ഞാൻ എന്റെ വീട്ടിലും പോകും. മോളെ, എന്താ മോളെ ഈ പറയുന്നത്? മോൾ ഇങ്ങനെയൊന്നും പറയാതെ, അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാതെ. പിന്നെ മോളെ, അവൾ SI ടെസ്റ്റ് പാസ്സായി. ആ സന്തോഷം സ്വന്തം ചേച്ചിമാരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതല്ലേ. അത് ഫോണിൽ കൂടെ പങ്കുവെച്ചാ പോരെ? അവൾ എന്തിനാ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വരുന്നത്? ദേ മോളെ, നന്ദുവിന്റെ 2 ചേച്ചിമാര് ഈ വീട്ടിലെ മരുമക്കളാ. അങ്ങനെയുള്ളപ്പം ആ കുട്ടിയോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുമോ? അത് ശരിയല്ലല്ലോ. പിന്നെ അതുമല്ല, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആദർശന്റെ അച്ഛന്റെ ഒക്കെ കാര്യം അറിയാലോ. എനിക്കറിയാം. അല്ലെങ്കിൽ ഇപ്പൊ വല്യമ്മ നയനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. മോളെ, സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാന്. അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയേട്ടനും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ പറയുന്നത്. വീണ്ടും അത് ആവർത്തിക്കണോ? ദേ ഒന്നുമല്ല, നയനേടത്തിയോട് ഇപ്പൊ വല്യമ്മയ്ക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവര് ജോലിക്ക് വിടില്ലായിരുന്നല്ലോ. എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഈ സമയമുണ്ടല്ലോ, നമ്മുടെ നയന ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ജോലിക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല, അവൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട്. നമ്മുടെ ജൂവലറിക്കല്ലേ ഗുണം. പിന്നെ 3 ബ്രാഞ്ച് അനിയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അവൻ പോകുമ്പോ എന്താ എന്നെ കൊണ്ടുപോകാത്തത്? മോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് വഴക്കാണെങ്കിൽ ജോലി സ്ഥലത്തും ഒരുമിച്ചിരിക്കാത്ത നല്ലത്. അത് ചിലപ്പം ജോലിയെ ബാധിക്കും. അല്ലെങ്കിലും അവനൊപ്പം പോകാനേ എനിക്ക് താല്പര്യമില്ല. അല്ല, ഈ പറയുന്ന നന്ദുവിന് അവന്റെ ജൂവലറിയില് ജോലി കൊടുക്കുന്നതായിരുന്നല്ലോ മോളുടെ പേടി. ഇപ്പം ആ പേടി മാറിയില്ലേ? ഇനിയിപ്പൊ അവളെ SI ആകാൻ പോവല്ലേ. അവളുടെ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല വല്യമ്മേ. അതുകൊണ്ട് വല്യമ്മ ഒന്ന് വിളിച്ച് പറയണം അവളോട് ഇങ്ങോട്ട് വരരുതെന്ന്. എനിക്കത് സഹിക്കില്ല. മോളെ, ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാലേ ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാകും. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വീടിനകത്ത് വേറൊരു സംസാരം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഴക്കിൽ ചെന്ന് അവസാനിക്കും. അനിയത്തി വരാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നയന് വീട്ടിലേക്ക് പോയാലോ? അത് എനിക്ക് സഹിക്കാനാവില്ല. അതെന്തിനാ അവരെ വല്യമ്മ ഇങ്ങനെ പേടിക്കുന്നത്? അവര് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ. അത് പറ്റില്ല മോളെ. എന്റെ ആദർശ് മോന്റെ വിഷമം അത് കാണാൻ പറ്റില്ല എനിക്ക്. ഒരമ്മ എന്ന നിലയിൽ എന്റെ ആദർശ് മോന്റെ വിഷമം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റത്തുള്ളൂ. അവന് നയന കൂടെ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവളെ പിണക്കാനേ എനിക്കിപ്പോ തൽക്കാലം കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് നന്ദുവിനോട് പറയില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാത്തിനും വല്യമ്മയ്ക്ക് ഓരോരോ ന്യായീകരണമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി മനസ്സിലിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ. ദേ ഇനി ഒരിക്കലും എന്റെ മോളുടെ മനസ്സ് ഞാൻ വിഷമിപ്പിക്കില്ല. നോക്കിക്കോ, നീയാടി ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അനാമിക അങ്ങ് തിരിഞ്ഞപ്പോഴത്തേക്കും നയനെ അവിടെ നിൽക്കുന്നത് അനാമിക കണ്ടു. അപ്പം അനാമിക പറഞ്ഞു, എന്താ ഇവിടെ ഒളിഞ്ഞു വന്ന് നിൽക്കുന്നത്? ഒളിഞ്ഞ് സംസാരം കേൾക്കാൻ വേണ്ടി വന്നതായിരിക്കും. അല്ലേ തന്നെ കൾച്ചർ ഇല്ലല്ലോ. നാണം ഉണ്ടോടി നിനക്ക്? നീയും നിന്റെ ചേച്ചിയും കൂടി അല്ലേടി നിന്റെ അനിയത്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്? ഉറപ്പായിട്ടും വിളിച്ചു വരുത്തും. എന്നെയും എന്റെ ചേച്ചിനെയും അവക്ക് കാണുന്നത് തോന്നിയാൽ അവള് വന്നിരിക്കും. ഇനിയിപ്പൊ അവക്ക് വന്നില്ലെന്ന് തോന്നിയാലും, അവക്ക് വരണ്ടാന്ന് തോന്നിയാലും ഞങ്ങള് അവളെ വിളിച്ചു വരുത്തിയിരിക്കും. എന്താ പ്രശ്നം? നിന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാടി. എങ്കിൽ പിന്നെ ഈ സംസാരത്തിന്റെ ആവശ്യമുണ്ടോ? നീ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നും തിരുത്താനേ എന്നെ കിട്ടില്ല. എനിക്കതൊന്നും തിരുത്താൻ ഇപ്പൊ തൽക്കാലം സമയമില്ല. എന്റെ നന്ദുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവക്ക് പറ്റിയ പ്രൊഫഷനാ അവള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, പെൺകുട്ടികൾ പോവാൻ ഇഷ്ടപ്പെടാത്തൊരു ജോലിക്കാ അവള് പോകുന്നത്. ആര് പറഞ്ഞു പെൺകുട്ടികൾക്ക് ആ ജോലി ഇഷ്ടമല്ലെന്ന്? പെൺകുട്ടികൾക്ക് ആ ജോലി ഇഷ്ടം തന്നെയാ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് കാക്കിടുന്ന അത്തരം ജോലികളെ വലിയ ഇഷ്ടമാ. പിന്നെ ചിലവർക്ക് അത് കിട്ടാറില്ല. അതുകൊണ്ടാണ് പലരും പോകാത്തത്. അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. പിന്നെ കിട്ടിയാലും അധികം പെൺകുട്ടികളൊന്നും പോവില്ലടി. ചങ്കുറപ്പ് ഇല്ലാത്ത പെൺകുട്ടികളാ പോകാത്തത്. എന്റെ അനിയത്തി അങ്ങനെയല്ല. അവക്ക് ആരെയും പേടിയില്ല. അവക്ക് അപാര ചങ്കുറപ്പ് തന്നെയാ. അവക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവള് തെരഞ്ഞെടുത്തു. ഇനി കാക്കിയിട്ടോണ്ട് അവൾ ആരുടെയൊക്കെ നെഞ്ചത്ത് കയറുന്ന ദൈവത്തിനറിയാം. നിന്റെ അനിയത്തിനെ പിടിച്ച് പൂട്ടിയിടാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും തക്ക മറുപടി നമ്മുടെ നയനെ കൊടുത്തു. അത് വേറെ ഒരു ബലവും കൊണ്ടല്ല, നമ്മുടെ ദേവയാനിയുടെ ഈ ചെറിയ മാറ്റം നമ്മുടെ നയനെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നയനയ്ക്കും ചെറിയൊരു ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നയനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക,
ഉം എന്റെ അമ്മായിയമ്മയുടെ സപ്പോർട്ട് ഇപ്പം ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് എന്റെ അമ്മ പറഞ്ഞ കാരണം തന്നെയാണോ? അതോ ഇനിയിപ്പം അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇനിയിപ്പം ആദർശേട്ടനോടുള്ള സ്നേഹമായിരിക്കുമോ? ആ, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനയാണ്. അങ്ങനെ ജലജ അനാമികയോട് പറയാണ്, ദേ മോളുടെ സ്നേഹം അനി തിരിച്ചറിയണമെങ്കിൽ ആ പെണ്ണുമായിട്ട് അകന്നേ പറ്റൂ അനി. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, ഇപ്പൊ എല്ലാ അർത്ഥത്തിലും ഏട്ടത്തി സപ്പോർട്ടാണല്ലോ. ദേ അതും കൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. നയനയെ തള്ളിക്കളയാനേ ഏടത്തി തയ്യാറാവുന്നതേ ഇല്ല, അതാണ് പ്രധാന കാരണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, അതെനിക്കറിയാം. ഇപ്പൊ എന്തു പറഞ്ഞാലും ഓരോരോ ന്യായമാണല്ലോ വല്യമ്മ പറയുന്നത്. അതിനുള്ള കാരണം അവളോടുള്ള സ്നേഹം തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, അത് പിന്നെ സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ആദർശിനോടുള്ള സ്നേഹമാ അവള് നയനിയോട് കാണിക്കുന്നത്. അപ്പം ജലജയം പറഞ്ഞു, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. അസുഖങ്ങളൊക്കെ വന്നപ്പോഴും അതുപോലെ തന്നെ ചേർത്ത് പിടിച്ച ഒരു മോനാ ആദർശ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഏടത്തിക്ക് ജീവന്റെ ജീവൻ തന്നെയാ. അതുകൊണ്ട് ചിലപ്പം ഏടത്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പം അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഏടത്തി ചെയ്യില്ല. അങ്ങനെയുള്ളപ്പം ആദർശിനെ നയനെയും തെറ്റിക്കാന് എന്തെങ്കിലും മാർഗങ്ങൾ കാണുമോ ജലജ? അത് കണ്ടെത്തണ്ടേ നമുക്ക്. അത് ഏട്ടത്തിനെ കൊണ്ട് തന്നെയാ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അവസരം മുതലാക്കുന്നവളാ നയന. അവളാ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടത്. അവളുള്ളത് കൊണ്ടാ നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, എന്റെ ജാനകി, നിന്റെ മരുമകളെ അടിച്ചു വെളി കളഞ്ഞിട്ട് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാ അവൾമാര് ശ്രമിക്കുന്നത്. അവിടെ പിന്നെ കോംപ്രമൈസിന്റെ ഒരു കാര്യവും ഇല്ലല്ലോ. എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും ശരി, മോള് പറഞ്ഞതുപോലെ നയനെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. അതിനേടത്തിനെ കയ്യിലെടുത്തേ പറ്റൂ. ഏടത്തി വിചാരിച്ചേ പറ്റൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയും പറഞ്ഞു, ആദർശേട്ടന് അവളെ വെറുത്ത് കഴിഞ്ഞാലേ നയന പിന്നെ ഈ വീടിന്റെ പുറത്താ. അവളിപ്പം വലിയ ഡിസൈനർ ആയിട്ട് ഇരിക്കുകയല്ലേ. അത് അപകടമാ. അവളുടെ ഓരോ ഡിസൈനും ലക്ഷങ്ങളുടെ ലാഭമാ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ പോയാലേ ആദർശിനൊപ്പം അവളും കമ്പനിയുടെ തലപ്പത്തെത്തും. അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നമുക്കാ. ആദർശിന്റെ സപ്പോർട്ട് വേണ്ടുവോളം അവക്കുണ്ട്. അതുകൊണ്ട് അവള് തളർന്നു പോവില്ല. ഈ രീതി പോയാൽ നാളെ മൂർത്തീസ് ഗ്രൂപ്പ് ആദർശിന്റെ നയനയുടെയും കയ്യിലിരിക്കും. അത് ശരിയാവില്ല. അത് തടയണം. നമ്മുടെയൊക്കെ കാലശേഷം നമ്മുടെ മക്കൾക്കും അന്തസ്സായിട്ട് ജീവിക്കേണ്ട ജലജ. ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. ഞാന് ആ മാർഗം എന്താണെന്ന് ഇപ്പൊ തൽക്കാലം നിങ്ങളോട് പറയുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജലജ അങ്ങ് പോവാണ് കേട്ടോ. എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയിട്ടാ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറയാ, ദേ ഈ ജലജനെ തിളപ്പിച്ചു വിടുന്നത് നല്ലതാ മോളെ. ഇവളെ തിളപ്പിച്ചു വിട്ടാലേ ഈ വീടിനകത്ത് ലഹള ഉണ്ടാക്കാൻ പറ്റും. ദേ മോള് വിഷമിക്കണ്ട. നയനയും നവ്യയും പുറത്തു പോയാലും മോൾ ഇവിടെ തന്നെ ഉണ്ടാകും. അത് ഉറച്ചു മോള് വിശ്വസിച്ചോ. മോക്ക ഈ വീടിന്റെ കൂടുതൽ അവകാശം കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമയ്ക്ക് ചെറിയ സുഖവും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിരിച്ച് നല്ല പ്രസാദമുള്ള ഐശ്വര്യമുള്ള മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, നന്ദു മിടിക്കുക, അവളെ SI ടെസ്റ്റ് പാസ്സായതിൽ എൻ്റെ മരുമകൾക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് നന്ദുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കേണ്ടതാ. ഒന്നും കൊടുക്കാൻ പറ്റുന്നുമില്ലല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ സംശയിക്കില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജലജ അടുത്ത പാരയുമായിട്ട് വരുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യനെയും അതുപോലെ തന്നെ ദേവയാനിയും തെറ്റിക്കണം. അങ്ങനെ നവ്യനെയും നയനെയും ദേവയാനിനെ തെറ്റിക്കണം. അങ്ങനെ നമ്മുടെ നയനയെ പുറത്താക്കണം. അതിലൂടെ നവ്യയും പുറത്താക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്താൻ വേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ ജലജ വന്നിട്ട് ഏടത്തി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചോദിച്ചു, എന്താ ജലജ, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, എന്താണെങ്കിലും പറ. അത് പിന്നെ അനാമിക മോൾ ആകെ വിഷമത്തില. അവളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ. നന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമല്ലേ എഴുന്നള്ളി. ഏടത്തി ആണെങ്കിൽ ദേ ഇപ്പം അതൊന്നും കാര്യമായിട്ട് എതിർക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാ ആ കുട്ടിക്ക് വിഷമാകാതിരിക്കുന്നത്? അത് പിന്നെ അതിന്റെ കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞതാണല്ലോ. കുറച്ചു മുമ്പ് അനാമിക മോളോട് ഞാൻ പറഞ്ഞതാണല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും ആ കൊച്ചിനത് മനസ്സിലാവണ്ടേ. അതിന്റെ മനസ്സ് വേദനിക്കുക. അത് പിന്നെ ജലജ ആദർശിന് നയനയില്ലാതെ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അവളുടെ ബന്ധുക്കളോട് മമത കാണിച്ചേ പറ്റൂ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെയെങ്കിൽ ആദർശനെയും നയനെയും വേർപിരിക്കാന് എന്തെങ്കിലും മാർഗം നോക്കിക്കൂടെ ഇടത്തേക്ക്? ആദർശിന്റെ എന്റെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇനി നയനമോളെ അടർത്തി മാറ്റാൻ ആർക്കും പറ്റില്ലടി ജലജ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി. എന്നിട്ട് ദേവയാനി വീണ്ടും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ഇവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കണം എന്നിങ്ങനെ
മനസ്സിൽ വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, അതെ ഏടത്തി, അവരെ വേർപിരിക്കാൻ ഏടത്തി ഒരുപാട് ശ്രമിച്ചില്ലേ, അവിടേക്ക് അവളല്ലേ ജയിച്ചത്. ഇനിയെങ്കിലും നമ്മൾ ജയിക്കണ്ടേ? അതുകൊണ്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നില്ല ഇനിയും അവളെ ജയിക്കൂ. ആദർശിന് മറ്റാരെക്കാളും വിശ്വാസം അവളെയാ, എന്നെക്കാളും വിശ്വാസം അവളെയാ. അപ്പൊ പിന്നെ അവിടെ ആരാ ജയിക്കുന്നത്? ആ വിശ്വാസം ആ വിശ്വാസം ആ വിശ്വാസം തകർക്കണം. അവൻ വിശ്വസിക്കുന്ന അവന്റെ ഭാര്യ അവനോട് വിശ്വാസവഞ്ചന കാണിച്ചാലോ? അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്ത് ചെയ്യും? ഇവിടെന്ന് നയനയെ ഇറക്കി വിടും. ആ ബന്ധം ഇവിടെ തീരാൻ പോവല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ നടപ്പാക്കിക്കൂടെ? അല്ല, അതിനിപ്പം ജലജ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എന്ന് വെച്ചാലേ, അവൾ ഒരു മോഷണ കേസിൽ പെടുത്തി കഴിഞ്ഞാലേ ആദർശിന് അവളോടുള്ള എല്ലാ ഇഷ്ടവും കുറയും. രണ്ടുപേരും തമ്മിൽ കീരിയും പാമ്പും ആകും. അതല്ലേ നമുക്ക് വേണ്ടത്? അവളിപ്പോ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു തിരിമറി നടത്തിയ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കണ്ണുപൂട്ടി ഒരു തിരിമറി അങ്ങോട്ട് നടത്തുക. അല്ല, നീ എന്താ ജലജ ചെയ്യാൻ പോകുന്നത്? വ്യക്തമായിട്ട് പറ. അതൊന്നും ഏടത്തി അറിയണ്ട. ആദർശിനെയും നയനെയും തമ്മിൽ തെറ്റിക്കണം. അത്ര വല്ല ഏട്ടത്തി ആഗ്രഹിക്കുന്നത്? ഏടത്തിക്ക് അതല്ല വേണ്ടത്. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് സാധിച്ചാ നല്ലൊരു കാര്യമാ ജലജെ. എന്നാല് നീ വിചാരിക്കുന്നത് പോലെ അവര് രണ്ടാക്കാന് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ആര് പറഞ്ഞു? ഹാബി ഇവിടെ ഉണ്ടല്ലോ. ഹാബിയെ കൊണ്ട് എന്താണെന്ന് വെച്ചാലും ഞാൻ ചെയ്യിച്ചോളാം. ഹാബി ആ കാര്യം ഏക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഒരവസരം കിട്ടിയാലേ അവളെ കള്ളിയാക്കാം, പേരും കള്ളി, എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. അപ്പോഴത്തേക്കും ജലജ അല്ല, നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കാം, ഒരിക്കലും കഴിയില്ലടി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മരുമകളെ ഇവിടെ ആരും കരയിക്കില്ല. അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, അതെ ഏടത്തി ഇങ്ങനെ തല പോയിക്കല്ലേ, അതിനെന്താ മാർഗമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, അത് ഞാൻ അഭിയിലൂടെ നടപ്പിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഇനി എന്താണ് ജലജ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്ത് ചെയ്താലും അതോടനെ കണ്ടുപിടിക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ നമ്മുടെ ദേവയാനിക്ക്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയും ജലജയും സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഭി ജലജയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജലജ അഭിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു തീരുമാനമായിട്ട് നമ്മുടെ അഭിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ അഭി പറഞ്ഞു, അല്ല, ഇതുപോലെ പല കേസുകളും എനിക്കുണ്ടായിട്ടുണ്ട്, എന്നെ കുടുക്കിയില്ലേ? അപ്പൊ പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? അത് പിന്നെ അന്ന് നിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നല്ലോ. കരള് ദാനമായിട്ട് കൊടുക്കാത്ത പെങ്കൊച്ചിന് 50 ലക്ഷമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാല് അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല, അമ്മയാണല്ലോ എനിക്ക് അന്ന് ഉപദേശങ്ങൾ തന്നത്, ഞാൻ അതൊക്കെ ചെയ്തതും. ഞാൻ ആ ഉപദേശങ്ങൾ തന്നെന്നും പറഞ്ഞ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. ഇനി അതേപറ്റി അമ്മ കൂടുതലൊന്നും സംസാരിക്കരുത്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചിന്തിക്കാം, അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറയണ്ട. എടാ, അവനും അവളും കമ്പനിയിലുണ്ട്, ഇപ്പൊ നീയും ഉണ്ടല്ലോ കമ്പനിയില്. അങ്ങനെ ഒരു അവസരം വന്ന സ്ഥിതിക്ക് അവളെ പേരും കള്ളിയാക്കാൻ എളുപ്പമാ. നയനിയെ മോഷണ കേസിൽ കുടുക്കി കഴിഞ്ഞാല് നയനെയും ആദർശിനെയും തമ്മില് നന്നായിട്ട് നമുക്ക് തെറ്റിക്കാൻ സാധിക്കും. അവര് തമ്മില് വേർപിരിഞ്ഞാ പിന്നെ അവൾ ഇവിടെ നിർത്താന് നിന്റെ അമ്മായി പറയത്തില്ല, സമ്മതിക്കത്തില്ല. അവള് തലയ്ക്കകത്ത് ആൾതാമസം ഒരുപാടുണ്ടമ്മേ. അത് മാത്രമല്ല, ദൈവം എപ്പോഴും അവളുടെ കൂടെ തന്നെ നിൽക്കുന്നതാ എനിക്ക് തോന്നുന്നത്. അതെന്താ അവളുടെ കൂടെ മാത്രം ദൈവം നിൽക്കുന്നത്? എന്താ അവള് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നുണ്ട്, നമ്മുടെ കൂടെയും നിൽക്കും. അമ്മേ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കൂടെ ഒരിക്കലും ദൈവം ഇതുവരെ നിന്നിട്ടില്ല. ആദർശേട്ടനും തുടക്കത്തിൽ അവളെ കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇപ്പോഴോ ആദർശേട്ടൻ ഇപ്പം ജീവൻ അവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. അമ്മാവനാണെങ്കിൽ സ്വന്തം മോളെ പോലെയാ അവളെ സ്നേഹിക്കുന്നത്. മുത്തച്ഛനും മുത്തശ്ശിക്കും അവളെ ഒരു ദിവസം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. എടാ, നീ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ ശരിയാ, പക്ഷേ ഉണ്ടല്ലോ നമ്മക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പിന്നെ നീ ഈ പറയുന്ന എല്ലാവരുടെയും കൊച്ചുമോനൊക്കെ തന്നെയല്ലേ, നിനക്ക് പിന്നെ അവരുടെ മനസ്സിൽ എന്താ കയറി പറ്റാൻ സമ്മതിക്കാത്തത്? അതെന്നെ അമ്മയല്ലേ വളർത്തിയത്. അതുകൊണ്ട് നീ എന്നെ കുറ്റം പറയരുത്. അവസരം വരുമ്പോ അത് മുതലാക്കണം. ഇപ്പം അവസരം വന്നിരിക്കുക. നയനെ കള്ളിയാക്കിക്കാൻ സ്വന്തം അമ്മായിയമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയാൽ നമ്മൾ പ്രയോജനപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്. അമ്മേ, ഇപ്പൊ നമ്മൾ വളരെ പരിങ്ങില്ല. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിട്ട് എനിക്ക് കാര്യമില്ലെന്നാ തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. അത് എപ്പോഴാ താഴെ വീഴുന്നതെന്ന് അറിയില്ല. നയൻ ഈ വീട്ടിൽ നിന്ന് പോണം, അത് ശരിയാ. പക്ഷെ അതിന് ഉചിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയാ മോനെ,
അവളും അവളുടെ ചേച്ചി ഈ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ജീവിതം ഇത്ര പരിങ്ങിലായത്. പ്രത്യേകിച്ച് ആ നയന, അവള് വന്നതിൽ പിന്നെ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടത്. മനുഷ്യന്റെ മനസ്സിലേക്ക് കയറിക്കൂടാ മിടുക്കുള്ള പെൺകുട്ടിയാ, മിടുക്കിയായ പെൺകുട്ടി അവള്. അവളെയും ആദർശിനെയും തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞാല് ആദർശിന്റെ മനോനില തകരും, അവന്റെ സമനില തെറ്റും. പിന്നെ ഈ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റും. അങ്ങനെ തെറ്റിയാൽ മാത്രമേ നമുക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ശരിയമ്മേ, ഏതായാലും ഞാനൊന്ന് കലക്കി മറിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഇന്ന് തന്നെ കള്ളക്കേസിൽ പിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ്. ജലജ ഇങ്ങനെ മതിമറന്ന് സന്തോഷിച്ച ഇനി ഉടനെ തന്നെ അവള് പുറത്താകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് വരാം. രേവതിയുടെയും സച്ചിയുടെയും വിശേഷമാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇടാൻ പറ്റാതിരുന്നത്. ഏതായാലും ഇതിന്റെ പുറകെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.